വിനേഷ് വിഭവസമൃദ്ധമായ ഒരു ടീമുമായാണ് ദിദിയർ ദശാംശ് എന്തായാലും അമേരിക്കയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആവനായിലെ എല്ലാ അസ്ത്രങ്ങളെയും പരീക്ഷിക്കാനുള്ള അവസരം കൂടിയാണ് അദ്ദേഹത്തിന് ഇറാഖിനെതിരായ മത്സരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. ആദ്യ മത്സരം അവർക്ക് സെനഗലിനെതിരെയായിരുന്നു, അതവർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 4-2-3-1 എന്നുള്ള ശൈലിയിൽ തന്നെയായിരിക്കും ഇന്ന് ടീമിനെ ഒരുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗോൾ കീപ്പറിൽ മൈനാൻ യാതൊരു സംശയമില്ല, അദ്ദേഹം തന്നെയായിരിക്കും വലകാക്കുക എന്നുള്ളതാണ്. യൂൾസ് കോണ്ടെ ബാഴ്സലോണയുടെ താരം കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ അദ്ദേഹം ഉണ്ടാവും. ഉപമെക്കാനോവും ഉണ്ടാവും ഡിഫൻസിൽ. വില്യം സാലിബ ആഴ്സണലിൻ്റെ താരമുണ്ടാകും. ഡിഗ്നെ ഈ ലെഫ്റ്റ് ബാക്കിൽ മാത്രമാണ് ചെറിയ ഒരു സാധ്യത. കഴിഞ്ഞ മത്സരത്തിൽ തിയോ ഹെർണാണ്ടസ് ആയിരുന്നു തുടങ്ങിയിരുന്നത്, പക്ഷേ ഇന്ന് അതിന് സാധ്യത കുറവാണ്. അദ്ദേഹം ഡിഗ്നയ്ക്ക് അവസരം നൽകുമെന്നുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് മിഡ്ഫീൽഡിൽ ചെറിയ മാറ്റം വരുത്തിയേക്കാം. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം റയൽ മാഡ്രിഡിൻ്റെ ഷൊമേനിക്കായിരുന്നു ഫസ്റ്റ് 11-ൽ അവസരം നൽകിയിരുന്നത്. ഇത്തവണ കോനയ്ക്ക് അവസരം റോമയുടെ താരമാണ്, കോനയ്ക്ക് ഒരു അവസരം നൽകിയേക്കാം എന്നുള്ളതാണ്. മറ്റൊന്ന് റാബിയത്തിൻ്റെ കാര്യത്തിൽ ഒരു പരീക്ഷണത്തിന് എന്തായാലും കോച്ച് തയ്യാറാവില്ല, അദ്ദേഹം ഫസ്റ്റ് 11-ൽ തന്നെ ഉണ്ടാകും. ഏറ്റവും സുപ്രധാനമായ താരം ഒലീസെ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ കളി നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് എംബാപ്പയ്ക്ക് അദ്ദേഹം പന്ത് എത്തിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് മിഡ്ഫീൽഡ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. ഒരു പക്ഷേ ഈ ലോകകപ്പിലെ ഏറ്റവും നിർണായകമായ ഫ്രാൻസ് മുന്നേറുകയാണെങ്കിൽ ഈ ലോകകപ്പിലെ ഏറ്റവും നിർണായകമായ താരമായേക്കാവുന്ന താരമാണ് ഒലീസെ എന്ന ആദ്യ മത്സരത്തിൽ തന്നെ തെളിയിച്ചിരിക്കുന്നു. ഡെംബെലെ എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഡെംബെലയെ നമുക്ക് അറിയാവുന്ന താരമാണ്. ബർക്കോള, ഈ രണ്ട് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം PSG-യുടെ താരങ്ങളാണ്. ബർക്കോള കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയാണ് ഗോൾ നേടിയത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും മുന്നിലായി ഈ നൽകുന്ന പന്തെല്ലാം ഇത്രയും ശക്തമായ ഒരു മധ്യനിര നമുക്കറിയാം. ഒലീസെ, ക്വാനെ, റാബിയോട്ട്, ബർക്കോള ഇവരെല്ലാം ഡെംബെലെ എല്ലാം അടങ്ങുന്ന ഈ മധ്യനിര നൽകുന്ന പന്ത് പോസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ചുമതല മാത്രമാണ്. കഴിഞ്ഞ മത്സരത്തിൽ മിന്നും പ്രകടനവുമായി എത്തിയ എംബാപ്പെ മുൻനിരയിലുണ്ട് എന്നുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെയും അതിശക്തമാണ് ഫ്രാൻസ് എന്നുള്ളതാണ്. കൊനാറ്റെ പോലുള്ള ആളുകൾ ഡിഫൻസിലുണ്ട്. തിയോ ഹെർണാണ്ടസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ തവണ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ഇത്തവണയും ഒരു പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായേക്കാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ സബ് ചെയ്യും. ഷോമേനി കഴിഞ്ഞ തവണ സ്റ്റാർട്ട് ചെയ്ത താരമാണ്, അല്ലെങ്കിൽ സബ്ബായിട്ട് വരാം. കാൻഡെ നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിലെല്ലാം ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നിർണായക താരമായിരുന്നു, പക്ഷേ ഇത്തവണ വെറ്ററൻ താരം എന്നുള്ള നിലയ്ക്ക് ആദ്യ 11-ൽ കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് അദ്ദേഹത്തിന്. പക്ഷേ ഏറ്റവും ദുർബലരായ എതിരാളികൾ എന്ന നിലയ്ക്ക് ഇന്ന് ദിദിയർ ദശാംശ് അവസരം നൽകിയേക്കാം. ഡിസൈർ ദുവെ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത താരമാണ്, പക്ഷേ ഇന്ന് ബർക്കോളയ്ക്ക് ആദ്യ 11-ൽ അവസരം നൽകുകയാണെങ്കിൽ അദ്ദേഹം എന്തായാലും സബ്ബായിട്ട് കളിക്കളത്തിൽ ഇറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ശരി, ഫ്രാൻസിന് വലിയ വെല്ലുവിളികളുള്ള മത്സരമല്ല അല്ലേ? അല്ലെങ്കിൽ തന്നെ നല്ല ഫോമിലാണ്. സെനഗലിനെതിരെ ആധികാരികമായ വിജയമായിരുന്നു. നല്ലൊരു ശക്തമായ പോരാട്ടം പോലും ഇത് എംബാപ്പെ ഫോമിലാണ്. അത് ലോകോത്തര 11ആണ്. പറഞ്ഞല്ലോ, ഓരോ പൊസിഷനിലും ലോകോത്തര താരങ്ങൾ. ആ സബ് ലിസ്റ്റ് കണ്ടില്ലേ? അതിപ്പോൾ കാൻഡെ പോലെയുള്ള താരങ്ങൾ, ഷാമനിയെ പോലെയുള്ള ഇബ്രാഹിമ കൊനാറ്റെ പോലെയുള്ള താരങ്ങളൊക്കെ പകരക്കാർ, തിയോ ഹെർണാണ്ടസ് ഒക്കെ പകരക്കാരുടെ നിലയിലേക്ക് മാറാൻ പാകത്തിന്. വേറെ ഏത് ടീമിലാണെങ്കിലും അവരൊക്കെ ആദ്യ ലെവലിൽ ഉണ്ടാകുമല്ലോ, ഇതൊക്കെ ആദ്യ ലെവലിൽ പറ്റുന്ന ആ രീതിയിൽ സബ്ബായാലും ഫസ്റ്റ് ലെവലിൽ വരുന്ന താരങ്ങളായാലും ഒന്നിനൊന്ന് മികച്ചവരാണ് എന്നുള്ളതാണ് ഒരു ലോകത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ. അതെ, ഫ്രാൻസിന്റെ കഥ പറയുമ്പോഴാണെങ്കിൽ നമുക്ക് 98-ലെ ലോകകപ്പ് ഓർമ്മ വരും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഓർമ്മ വരുന്നത് മറ്റൊന്ന് 2006 ലോകകപ്പാണ്. 2006 ലോകകപ്പ് നേടിയത് ഇറ്റലിയാണ് എങ്കിൽ പോലും ഹൃദയം കീഴടക്കിയ ഒരു സംഘമായിരുന്നു ഫ്രാൻസ് എന്ന് പറയുന്നത്. ബ്രസീലിനെതിരായിട്ടുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു, ക്വാർട്ടറാണ് എന്നാണ് ഓർമ്മ. ആ കളിയിൽ സിനദിൻ സിദാൻ കളിച്ച കളി. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇന്ന് സിദാന്റെ ജന്മദിനമാണ്, ബർത്ത്ഡേ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ബർത്ത്ഡേ വിഷസ് പറയാം, കാരണം അതൊരു ലെജൻഡറി പ്ലെയർ ആണ്. 98 ലോകകപ്പ് നേടിയ ടീമിലെ അംഗമായിരുന്നു. 2002 ആദ്യ റൗണ്ടിൽ പുറത്തായി. 2006 വരുമ്പോൾ ഫൈനൽ വരെ എത്തിയ ഒരു ജേണി. ഇറ്റലിയോട് മാർക്കോ മറ്റരാസിയെ തലകൊണ്ടിടിച്ച് ആ നിർണായക ഘട്ടത്തിൽ ചുവപ്പ് കാർഡ് വാങ്ങി പുറത്തുപോയി. അതൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായ നിരാശ എന്ന് പറയുന്നത് വളരെ വലിയ നിരാശ. കഴിഞ്ഞ തവണ ഈ പറയുന്ന മെസ്സിക്ക് ഒരു കപ്പ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ അവർക്കൊപ്പമായിരുന്നേനെ മനസ്സ്. ഫ്രാൻസ് നമ്മുടെ എപ്പോഴും ഇഷ്ടമുള്ളൊരു ടീമായിരുന്നു, കാരണം അന്ന് ഒരു വൈറ്റ് ജേഴ്സി ഒക്കെ ഇട്ട് കളിക്കാൻ ഇറങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 2000 അവിടെ നിന്ന് സൗമേഷ് നമ്മുടെ ഡെസ്കിൽ നിന്ന് പറഞ്ഞു, അർജന്റീന കളിച്ച് ജയിച്ചാണ്, മെസ്സിക്ക് ഒരു കപ്പൊന്നുമല്ല. അത് ഉറപ്പല്ലേ? അങ്ങനെയല്ല, പക്ഷെ അത് ലോകം മുഴുവനുള്ള ഫുട്ബോൾ ആരാധകരെല്ലാം ആഗ്രഹിച്ചതാണ്. ഇനി ഈ ലോകകപ്പ് മെസ്സി കളിക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും, അതായത് കളിയുടെ മെറിറ്റ് എന്നതിനപ്പുറത്തേക്ക് ഒരു ആഗ്രഹമാണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പന്ദനം പറയുമ്പോഴാണ് ഒരു കാര്യം കൂടി ആ സമയത്ത് പറയണം. കാരണം എന്ന് വെച്ചാൽ ആ ഫൈനൽ മത്സരം, ഫ്രാൻസിനെതിരായിട്ടുള്ള ഫൈനൽ മത്സരം, ഓക്കെ മെസ്സിക്ക് കപ്പ് കിട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നിൽക്കുകയാണ്. മെസ്സി കപ്പടിച്ചോട്ടെ, 2 ഗോളിന് മുന്നിൽ നിൽക്കുന്നു, അപ്പോൾ കപ്പടിച്ചോട്ടെ, ഇതങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് വളരെ കൂളായിരിക്കുന്നു. അതിനിടയിൽ 2 ഗോളുകൾ ഫ്രാൻസ് നേടി. അപ്പോൾ ഈ പറഞ്ഞ മെസ്സിക്കൊരു കപ്പ് എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ തനി നിറം കണ്ടതാണ് ഈ പറഞ്ഞ ബാക്കി എല്ലാവരുടെയും. എന്തൊരാഘോഷമായിരുന്നു, പടക്കമൊക്കെ മേടിച്ച് വെച്ചിട്ട് ശരിക്കും ആ സമയത്താണ് പടക്കം പൊട്ടിയത് കണ്ടത്. അതുപോലെ ആ ഒരു പറയുന്നതിലൊന്നും വലിയ കഥയില്ല.
ന്യൂസ്.